ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാരോട് രാജ്യം വിടണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഒമാനിൽ അവസാനിച്ച ഇറാൻ അമേരിക്കൻ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ അവസാന ഭാഗമെത്തിയ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്രതീക്ഷിതമായിരിക്കുന്ന പ്രഖ്യാപനമുണ്ടായത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വലിയ രീതിയിൽ ചർച്ചയും വന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ അങ്ങനെ പൗരത്വന്മാരൊക്കെ ഉണ്ടോ? അത് യാഥാർത്ഥ്യമാണോ? അല്ലെങ്കിൽ ട്രംപ് സാധാരണ വെടിപൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചതാണോ എന്നതായിരുന്നു പിന്നീടുണ്ടായിരുന്ന ചർച്ച. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത ഇറാനിൽ അമേരിക്കൻ പൗരന്മാർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അമേരിക്കൻ പൗരന്മാർ ഇറാനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ മറുപടി. അതിന് ഒരുപാട് പ്രബലമായിരിക്കുന്ന കാരണങ്ങളുണ്ട്. എന്നാൽ ട്രംപ് എന്തുകൊണ്ട് അതിന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ യുദ്ധം തയ്യാറാവുക, അല്ലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാനെ ഒന്ന് പേടിപ്പിക്കുക, അല്ലെ ലോകത്തെ ഒന്ന് പേടിപ്പിക്കുക, അതോടൊപ്പം അറബ് രാജ്യത്തെ ഒന്ന് പേടിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. രാജ്യത്തിൽ നിന്ന് പൗരന്മാർ വിട്ടു പോകണമെങ്കിൽ തന്നെ നയതന്ത്ര ബന്ധമില്ലാത്ത, നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്ത ഇറാനിൽ ഉണ്ടെങ്കിൽ ആ പൗരന്മാർ എങ്ങനെ പോകണം എന്നുകൂടി ഭരണാധികാരി കൃത്യതയോടുകൂടി പറയേണ്ടതുണ്ട്, പറയാറുണ്ട്. ഈ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല. നമുക്ക് നോക്കാം എന്താണ് വിഷയം എന്നുള്ളത്. കൃത്യമായ രീതിയിൽ ഇത്ര പൗരന്മാർ ഇറാനിലുണ്ട് എന്ന് പറയാൻ അമേരിക്കക്ക് സാധ്യമല്ല. പിന്നെ രാജ്യം വിട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് യുദ്ധസമാന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സൈന്യവും തമ്മിലോ ആയുധവും തമ്മിലോ മാത്രമല്ല ഒരു യുദ്ധത്തിൽ ഏറ്റുമുട്ടാറുള്ളത്. തന്ത്രപരമായിരിക്കുന്ന രീതികൾ ഉപയോഗിക്കാറുണ്ട്, കുരുട്ട് വിദ്യകളും വൈകളും ഉപയോഗിക്കാറുണ്ട്. രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുകയും ഭരണാധികാരികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുകയും സൈനികർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുക എന്നൊക്കെ സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ്. തലച്ചോറിനെ കൂട്ടിമുട്ടിക്കുന്ന ബുദ്ധി എന്നൊക്കെ ഇതിന് സാധാരണ ഇതിൽ പറയാറുണ്ട്. അത് ഏറ്റവും ഒടുവിൽ പ്രയോഗിച്ചത് വെനിസുലയിലാണ്. രാജ്യത്തിലെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഒഴിവുള്ള ബിൽഡിങ്ങിൽ, ആൾതാമസമില്ലാത്ത ബിൽഡിങ്ങിലാണ് ഇവർ ബോംബിട്ടത്. പിന്നീട് 100ഓളം വിമാനങ്ങൾ തലങ്ങും വിലങ്ങും അവരുടെ ആകാശത്തിലൂടെ, തലസ്ഥാന നഗരിയുടെ ആകാശത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞപ്പോൾ എന്തുണ്ടായി? റഡാർ സംവിധാനത്തിന് പോലും കൃത്യമായ രീതിയിൽ ഇത് എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് കൃത്യത വരുത്താൻ വേണ്ടി സാധിക്കാതെ വന്നു. കൺഫ്യൂഷനായിപ്പോയി. ഇത് യഥാർത്ഥത്തിൽ ഈ അവരുടെ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ആ പ്രവൃത്തി ഉപയോഗിച്ചത്. അതിനാണ് തലച്ചോറിനെ മുട്ടിക്കൽ ബുദ്ധി എന്നൊക്കെ പറയുന്ന കാര്യം. അതിനിടയിൽ തന്നെ സൈനികർ ഇറങ്ങിയതൊക്കെ അവിടുത്തെ സൈനികരുടെ ഒത്താശയോട് കൂടിയാണ് ഒറ്റുകൊടുത്തു എന്നുള്ളതൊക്കെ കൃത്യമാണ്, നമുക്കത് അറിയാവുന്നതാണ്. അങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് ചുരുക്കം. റഡാർ കാണിക്കുന്നത് തന്നെ തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണ്, ആണ് എന്നുള്ളത് സംശയിക്കുന്ന രീതിയിലായിപ്പോയി യഥാർത്ഥത്തിൽ വെനിസുലയുടെ സൈനികർ, അല്ലെങ്കിൽ ഇത് നിരീക്ഷിക്കുന്ന ആളുകൾ എന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ വന്ന സമയത്ത് 100ഓളം പേർ ഒരു പക്ഷേ ഇറാനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പ്രാദേശിക റിപ്പോർട്ടുണ്ട്. അത് ഏത് തരത്തിൽ എന്ന് പറഞ്ഞാൽ ഇരട്ട പൗരത്വമുള്ളവരാണ്. ഒറ്റ പൗരത്വമുള്ള അമേരിക്കക്കാർ ഇറാനിലുള്ള സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. ഇരട്ട പൗരത്വം ഉള്ളവർ ഉണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അത് ഏകദേശം ഒരു 100ഓളം ഉണ്ടാവാനാണ് സാധ്യത. ജോലിയും പഠനവും കുടുംബ ബന്ധവും ഉള്ളവരാണ് ഈ പറയപ്പെടുന്നവർ. എന്നാൽ ഇത് അമേരിക്കൻ ഇറാൻ പൗരത്വമല്ല, പകരം ഇറാൻ അമേരിക്കൻ പൗരത്വമാണ്. ഇറാനികളായിരിക്കുന്ന ആളുകൾ ഇരട്ട പൗരത്വത്തിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് പൗരത്വം എടുത്തവരാണ് ഈ പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇറാനികളാണ് എന്ന് ചുരുക്കം. എന്താ ഇതിന് കാരണം പറയുന്നത്? ഇവരില്ല എന്ന് പറയാൻ പ്രധാനമായിരിക്കുന്ന കാരണം എന്താണ്? 45 വർഷമായിട്ട് യാതൊരു നയതന്ത്ര ബന്ധവും അമേരിക്കയും ഇറാൻ തമ്മിലില്ല. 979 ഇസ്ലാമിക വിപ്ലവം നടന്നതിനോടനുബന്ധിച്ച് അവിടുത്തെ അമേരിക്കയുടെ എംബസിയിലുള്ള ജീവനക്കാരെ അവിടുത്തെ വിപ്ലവ വിദ്യാർത്ഥികൾ തടവിലാക്കി. 444 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇവരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചാ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. മറ്റുള്ള രാജ്യങ്ങൾ ഇടപെട്ടിട്ടാണ് ഇവരെ പിന്നെ മോചനം നൽകിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വലിയൊരു വിഷയമുണ്ടായി. 980 തുടങ്ങിയിരിക്കുന്ന നയതന്ത്ര ബന്ധം വിച്ഛേദിക്കൽ 2024 നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തുടങ്ങുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പൗരന്മാർ എത്തിപ്പെടുകയോ അത്തരം വിഷയകാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു 3ാം ലോക രാജ്യത്തെ ആശ്രയിച്ചിട്ടാണ് ഈ വിഷയത്തിലൊക്കെ അമേരിക്ക ഒരു തീർപ്പുണ്ടാക്കാറുള്ളത്, അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഇടപെടാറുള്ളത്. നേരിട്ടില്ല എന്ന് ചുരുക്കം.
അത് സ്വിറ്റ്സർലൻഡാണ് കൂടുതലും ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാറ്, അല്ലെങ്കിൽ പിന്നെ ഒമാനാണ്. ഈ രണ്ട് മാർഗ്ഗമാണ് അവർ ഉപയോഗിക്കലെന്ന് ചുരുക്കം. 2025 ജൂൺ മാസം 13-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം, 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പരമാവധി അവിടെ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അമേരിക്കൻ പൗരന്മാർ പുറത്തു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 80 പേരെന്ന് ഒരു റിപ്പോർട്ടിൽ കാണുന്നു, ഒരു റിപ്പോർട്ടിൽ 45 പേർ അങ്ങനെയും കാണുന്നു. അർമേനിയ, അസർബൈജാൻ, തുർക്കി വഴി അവരെന്ത് ചെയ്തു? ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് പുറത്ത് ചാടി. പിന്നീട് അവിടെയൊക്കെ ഈ പറയപ്പെട്ട രാജ്യങ്ങളിലെല്ലാം എന്തുണ്ട്? അമേരിക്കയ്ക്ക് എംബസി ഉണ്ട്. എംബസിയുടെ സഹായത്തോടു കൂടി രാജ്യത്തേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അതിൽ തന്നെ 10 പേരോ അതിൽ താഴെ പേരാണ് അമേരിക്കൻ പൗരത്വമുള്ളവർ, മറ്റുള്ളവർ ഇരട്ട പൗരത്വമുള്ളവരാണ് എന്നും പറയുന്നു. പക്ഷേ ഇതിനൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രേഖയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം. ലോകത്തിലെ ഏറ്റവും വലിയ വില കൂടിയിരിക്കുന്ന പൗരന്മാർ തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരാണ് എന്ന് അമേരിക്ക എല്ലാ കാലത്തും പറയുന്നതാണ്. അതായത് ഒരു മറ്റ് ഗൾഫ് രാജ്യത്ത് നോക്കുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഗൾഫ് രാജ്യത്ത് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് പോളിസിയുള്ള കമ്പനികളുണ്ടാവും, ഇൻഷുർ ചെയ്യും. അതല്ലെങ്കിൽ വാഹന ഇൻഷുർ എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ വാഹന ഇൻഷുറിൽ അജ്നബി ആയിരിക്കുന്ന ഒരാൾ, അതായത് ഈ സൗദി പൗരന്മാരല്ലാത്ത ഒരാൾ മരണപ്പെടുന്നതും അമേരിക്കൻ ബ്രിട്ടൻ പോലെയുള്ള പൗരന്മാർ മരണപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് ഇൻഷുറൻസ് സംഖ്യയിൽ ഒരു രാജ്യത്തിലെ ഒരു ശ്രീലങ്കക്കാരനാണ് മരണപ്പെടുന്നതെങ്കിൽ ആ ശ്രീലങ്കക്കാരനായിരിക്കുന്ന പൗരന് കിട്ടുന്നതിനേക്കാൾ ഏകദേശം 15-20 ഇരട്ടിയായിരിക്കും അമേരിക്കൻ പൗരന്മാർ മരണപ്പെടുന്ന സമയത്ത് കിട്ടുന്നത്. അപകട ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ചെയ്യുന്നു അങ്ങനെ തന്നെയാണ്, ഇൻഷുറൻസ് കമ്പനിയും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതൊരു അന്താരാഷ്ട്ര നിയമമാക്കിയിട്ട് അമേരിക്ക കൊണ്ടു നടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വില കൂടിയ പൗരന്മാർ തങ്ങളാണ് എന്ന തരത്തിൽ. ഇൻഷുറൻസ് പോളിസി അല്ല, ഇനി ശമ്പളം. നമ്മളൊരു കമ്പനിയിലൊക്കെ ജോലി ചെയ്ത ഞാൻ അൽമറായി കമ്പനിയിൽ, പാൽ കമ്പനിയിൽ ജോലി ചെയ്തു, അൽസാഫിൽ ജോലി ചെയ്തു. ഈ 2 കമ്പനിയിലും ബ്രിട്ടൻ പൗരന്മാരുണ്ട്, അതേപോലത്തെ അമേരിക്കൻ പൗരന്മാർ. ഉന്നത പോസ്റ്റിലുണ്ടാകുക, ജനറൽ മാനേജർ പോലെയുള്ള ഏറ്റവും ഉന്നത തസ്തികയിലുള്ള, അതായത് സൗദി പൗരന്മാരോട് തുല്യമായിട്ടോ സൗദി പൗരന്മാർക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ടോ അവരുണ്ടാവും. അപ്പോൾ സൗദി പൗരന്മാർക്കുള്ള ശമ്പളത്തേക്കാൾ ഇരട്ടിയാണ് ഈ പറയപ്പെട്ട അമേരിക്കൻ പൗരന്മാർക്ക് ശമ്പളം ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. തൊഴിൽ ചെയ്യുന്നതൊക്കെ ഏറെക്കുറെ സെയിം ആയിട്ടുള്ള ജോലി തന്നെയാണ്. അല്ലെങ്കിൽ സൗദി പൗരന്മാർക്ക് തുല്യമായിരിക്കുന്ന അത്ര തന്നെ ശമ്പളം ഇവർക്കുണ്ടാവും. ജോലി ചെയ്യുന്നതോ മറ്റൊരു 8 മണിക്കൂർ ചെയ്യുന്ന സമയം ഒരു 4 മണിക്കൂർ, ചിലപ്പോൾ ഇവിടേക്ക് ഓഫീസിലേക്ക് വന്നു നോക്കില്ല. നമ്മളൊക്കെ ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് ഈ ജനറൽ മാനേജർ എന്ന് പറയുന്ന അമേരിക്കൻ ബ്രിട്ടൻ പൗരന്മാരെ കാണുക പോലും ചെയ്യുന്നത്. അവർ വരുമൊന്നുമില്ല, ചിലപ്പോൾ അത് വന്ന് തിരിച്ചു അത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. പക്ഷേ അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്രയും മറ്റുള്ള ലോക രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നൽകിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കും വെക്കുന്നത്. ഏതായിരുന്നാലും അവരുടെ ശമ്പള സ്കെയിലും അതേപോലെ തന്നെ ഇൻഷുറൻസ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യത്യസ്തമാണ് എന്ന് ചുരുക്കം. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത ഒരു രാജ്യത്തിലേക്ക് ഒരിക്കലും അമേരിക്കൻ പൗരന്മാർ യാത്ര ചെയ്യാൻ അവരോട്ട് അനുവദിക്കുകയില്ല. എന്നാൽ വിസ അപേക്ഷിച്ച് കാണാൻ കിട്ടാനുള്ള പോംവഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇറാനികൾ അമേരിക്കയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന റിപ്പോർട്ട് കാണാൻ പറ്റും. അമേരിക്കയിൽ ഇറാൻ പൗരന്മാർ ഉണ്ട്, വിദ്യാർത്ഥികൾ, ജോലിക്കാർ, ബിസിനസ്സുകാർ, ഗ്രീൻ കാർഡ് ലഭിച്ചവർ, അത്തരം ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുന്ന സമയത്ത്, നയതന്ത്ര ബന്ധം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? പാകിസ്ഥാൻ എംബസി ആണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കരുത്. പരിഹാരം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, അത് അമേരിക്കയുടെ കോടതിയോ അവിടുത്തെ നിയമവ്യവസ്ഥയുടെ റൂട്ടിലൂടെയാണ് പോവുക. അതല്ലാത്ത രീതിയിൽ പൊതുവായിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, വിസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇടപെടും എന്ന് പറയുന്നു. അതായത് മൂന്നാം രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇടപെടൽ നടത്തുന്നുണ്ട്. ഇറാനാണെങ്കിലും അമേരിക്ക ആണെങ്കിലും. പിന്നെ വിസ നൽകുന്നു, അങ്ങനെ തന്നെയാണ്. നേരിട്ടുള്ള വിസ ആപ്ലിക്കേഷൻ സംവിധാനങ്ങളില്ല, നേരിട്ടുള്ള വിമാന സർവീസും ഇല്ല. 1980 കൂടി അത് അവസാനിച്ചിട്ടുണ്ട്. നേരിട്ട് വിമാന സർവീസ് ഇറാൻ ടു അമേരിക്കയോ അമേരിക്ക ടു ഇറാനിലേക്കോ അങ്ങനെയില്ല. അതേപോലെ തന്നെ നേരിട്ട് ഈ വിസ സർവീസും ഇല്ല. അത് മൂന്നാം ലോക രാജ്യത്തിന് അപേക്ഷ നൽകിയിട്ട് ആ അപേക്ഷ ഏത് രാജ്യത്തേക്കാണ് ആവശ്യമുള്ള, അമേരിക്കയ്ക്കാണെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് കാലതാമസം എടുക്കുന്നതാണ്. അങ്ങനെ അതിൻ്റെ ഒരു നിയമരീതിയിലേക്കാണ് ആ വിസ അംഗീകാരം കിട്ടുക. എന്നിട്ട് 2-3 വിമാനം മാറി കയറിയിട്ടാണ് ഈ രാജ്യത്തേക്ക് എത്തുക എന്ന് ചുരുക്കം. ഇതാണ് റൂട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, പൊടുന്നനെ സുപ്രഭാതത്തിൽ ഇറാനിലുള്ള
അമേരിക്കൻ പൗരന്മാരോട് രാജ്യം വിട്ടുപോകാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നു. അന്തം വിട്ട് നിൽക്കുന്നു ലോകരാജ്യങ്ങൾ. കാര്യം അവിടെ പൗരന്മാരില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു കുരുട്ട് ബുദ്ധി പ്രയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്തത്. എറിഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന തരത്തിൽ. എന്നാൽ അത് ലോകത്തിൽ തിരിച്ചറിഞ്ഞു. അത് ട്രോളായിട്ട് പിന്നെ പ്രചരിക്കൽ തുടങ്ങി. നിങ്ങളുടെ പൗരന്മാർ എത്ര പേരുണ്ട്, ഞങ്ങൾ അവിടെ എത്തിച്ചു തരാം എന്ന തരത്തിലൊക്കെ ട്രോളുകളൊക്കെ വന്നു. അത് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറയാൻ വേണ്ടി അമേരിക്കക്ക് പോലും സാധിക്കുന്നില്ല എന്ന് ചുരുക്കം. അപ്പോൾ ചില യുദ്ധത്തിൻ്റെ മുഹൂർത്ത ഘട്ടത്തിൽ ചില രാഷ്ട്രതലവന്മാർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കുരുട്ടുബുദ്ധികളും അത് കൃത്യതയോടുകൂടി തന്നെ പല ഘട്ടങ്ങളിലും വരാറുണ്ട്. അതിൽ ശത്രു രാജ്യങ്ങൾ പേടിച്ചു പോകാറുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ അമേരിക്ക മനസ്സിലാക്കിയ ഒരു രാജ്യമെന്ന നിലക്ക് അവർക്കിതൊന്നും വിഷയമല്ല. അവരവർ സിമ്പിളായിട്ടാണ് അതിനെ തള്ളിയത്. മാത്രമല്ല, ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ഇറാൻ്റെ അകത്ത് അവർ ആയുധ പ്രാക്ടിക്കൽ നടത്തി എന്നുള്ളതും മിസൈൽ പരീക്ഷ നടത്തി എന്നുള്ളതും ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്.